ഈശോയിൽ പ്രേമുള്ളവരാ. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും സഫറിങ്ങിൻ്റെയും സ്ട്രഗിളുകളുടെയും ഒരു വലിയ യാത്രയുണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു പള്ളിയിലച്ചൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച് കേട്ടു. സഹനം തീരും എന്ന് പ്രസംഗിച്ച് കേട്ടു. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് അവിടെ പള്ളിയിൽ പ്രസംഗിച്ചത് കേട്ടോ. ജീവിതത്തിൽ ഉണ്ടായ സ്ട്രഗിളുകളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഈ സ്റ്റേറ്റ്മെൻറ്റ് വെക്കുന്നത്. സഹനം തീരും. സഹനം തീരും എന്ന് പറയാൻ വലിയ ഗട്ട്സ് വേണം. കാരണം സാധാരണ മനുഷ്യനെ നമ്മൾ പിടിച്ചു കെട്ടുന്നതും തളച്ചിടുന്നതും അടിമയാക്കി വെക്കുന്നതും ഒക്കെ സഹനം തീരില്ല, സഹനമാണ്, സഫറിങ് ആണ്, കുരിശാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ദൈവം 24 മണിക്കൂർ 365 ദിവസവും നിങ്ങൾ സഫർ ചെയ്യണം, സ്ട്രഗിൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം. നിങ്ങൾ സന്തോഷിക്കുമ്പോൾ അപ്സെറ്റ് ആവുന്ന ഒരു ദൈവം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നന്മ സംഭവിക്കുമ്പോൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് പിന്നെ പ്രതിഫലം തരൂല്ല എന്ന് പറയുന്ന ഒരു ദൈവം. ഇതെല്ലാം മിസ്കൺസെപ്റ്റുകളാണ്. ഇതെല്ലാം തെറ്റായിട്ടുള്ള തിരിച്ചറിവുകളാണ്, അറിവില്ലായ്മകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളുടെ ദൈവം നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉള്ളത് കൊണ്ടല്ല നമ്മുടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. എൻ്റെ മകനെയോ മകളെ ഞാൻ സ്നേഹിക്കുന്നത് അവരെൻ്റെ മകളാണെന്നും മകനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ സ്നേഹിക്കും. അവരുടെ സ്വഭാവത്തിൻ്റെ പെർഫെക്ഷനുകളോ തെറ്റുകളോ ശരികളോ നോക്കിയിട്ടല്ല ഞാൻ അവരെ സ്നേഹിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് അവരെ സ്നേഹിക്കുന്നത്? എൻ്റെ മകളാണ്, എൻ്റെ മകനാണ്. എൻ്റെ ദൈവത്തിന് എന്നോടുള്ള സ്നേഹവും സൗജന്യമായിട്ട് എനിക്ക് കിട്ടുന്നതാണ്. അത് ഞാൻ അധ്വാനിച്ച് നേടുന്നതല്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ യോഗ്യത കൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളല്ല നിങ്ങളുടെ ദൈവം. നിങ്ങളെ എങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവം നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾ മാരക പാപത്തിലാവുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം വറ്റിപ്പോയിട്ടില്ല. നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ തെറ്റുകളിൽ ദൈവം ദുഃഖിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന് നിങ്ങളെ മനസ്സിലാകും. അമ്മയുടെ ഗർഭപാത്രത്തിൽ മുതൽ നിങ്ങളെ അറിയാവുന്ന, നിങ്ങളുടെ കൂടെ നടന്നിട്ടുള്ള ഒരാളാണ് ദൈവം. അപ്പോൾ അമ്മയുടെ വയറ്റിലായിരുന്നപ്പോൾ നിങ്ങൾ എന്താ അനുഭവിച്ചതെന്ന് ഇന്ന് നിങ്ങളെ കണ്ട ഒരാൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ലൈഫിൽ അനുഭവിച്ച ചെറുതും വലുതുമായ ബാല്യത്തിലും കൗമാരത്തിലൊക്കെ അനുഭവിച്ച എല്ലാ കാര്യവും ഇപ്പം ഇന്നലെ നിങ്ങൾ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ജീവിത പങ്കാളിക്ക് മനസ്സിലാവില്ല. നിങ്ങളെ ഇന്നലെ പരിചയപ്പെട്ട സുഹൃത്തിന് മനസ്സിലാവില്ല. അവരൊക്കെ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമെങ്കിലും അടിസ്ഥാനപരമായി നിങ്ങളെപ്പോലെ മനസ്സിലാക്കുന്ന ഒരാൾ ദൈവമാണ്. അത് നിങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ജീവിതത്തിൽ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുമ്പോഴും ആ ഡിസിഷൻ എന്തുകൊണ്ട് എടുത്തു എന്നുള്ളതിനെക്കുറിച്ച് നിനക്കും അറിയാം, ദൈവത്തിനും അറിയാം. നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തോട് ആലോചന ചോദിക്കുക. ദൈവത്തിന് നിരക്കാത്തത് ചെയ്യാതിരിക്കുക. ഒരു മനുഷ്യൻ എന്ന നിലയിൽ മറ്റു മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ഒരു കോമൺ സെൻസ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഒരു മോറൽ വാല്യൂസിനെതിരായ കുറേ കാര്യങ്ങളിലൊക്കെ സമൂഹത്തിന് ഉപദ്രവകരമായ ഒരാളായിട്ട് മാറാതിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പക്ഷെ നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് എല്ലാ കാലത്തും ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ മാലാഖ അവിടെ പേന എടുത്ത് എഴുതി വയ്ക്കുവാണ് നിങ്ങളുടെ പാപങ്ങൾ. ശരിയാണ്, നമ്മുടെ നന്മയ്ക്കും തിന്മയ്ക്കും ഒരു കണക്കുണ്ടാകും. പക്ഷെ നിങ്ങളത് ഭാരപ്പെടുത്തേണ്ട കാര്യമില്ല. ദൈവം അങ്ങനെ ഒരാളാണോ ദൈവം? ദൈവത്തെക്കുറിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? എൻ്റെ കുമ്പസാരക്കൂട്ടിലേക്ക് ഞാൻ കയറി പോകുമ്പോഴേക്കും എന്നെ വന്ന് കെട്ടിപ്പിടിക്കുകയും മോനെ നിൻ്റെ പാപമൊക്കെ നീ പശ്ചാത്തപിച്ച സമയത്തെ മറന്നു കളഞ്ഞടാ ഞാൻ എന്ന് പറയുന്ന ഒരു ദൈവമാണ് എൻ്റേത്. ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില വീഴ്ചകളിലേക്ക് പെട്ടുപോകുമ്പോഴും എനിക്ക് ആകെ ആശ്വാസം തരുന്നൊരു കാര്യം, ദൈവമേ എന്തുകൊണ്ടാണ് എനിക്കത് പറ്റിയതെന്ന് എനിക്കും പോലും മനസ്സിലാകാതിരിക്കുമ്പോഴും നിനക്കത് മനസ്സിലാകുന്നുണ്ടല്ലോ. ഞാൻ പാടില്ലാത്തതാണ് ചെയ്തത്, പക്ഷെ ആ മിസ്റ്റേക്കിലേക്ക് എന്നെ നയിച്ച ആ സാഹചര്യത്തെ നിനക്കറിയാമല്ലോ. അതെന്നെ ആശ്വസിപ്പിക്കുക ചെയ്യുന്നത്. ഞാൻ തെറ്റുകളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവത്തിൻ്റെ നാമം ഉപയോഗിക്കാൻ പറയുന്നത്. മറിച്ച് നിങ്ങളുടെ മാനസികാവസ്ഥകളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം, നിങ്ങളുടെ സ്ട്രഗിളുകളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം. സോ ദൈവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവകാശപ്പെട്ട ഒരാളാണ്. ദൈവം ഇങ്ങനെയായിരിക്കും ഈ കാര്യത്തെക്കുറിച്ച് പറയുക എന്ന് വേറൊരാൾ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ദൈവമേ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പം എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്ന അല്ലെങ്കിൽ ഈ ദൈവം ഇങ്ങനെയാണെന്ന് മറ്റൊരാൾ പറയുമ്പോൾ അത് എൻ്റെ ജീവിതമായിട്ട് ഞാൻ വെച്ച് നോക്കണം. അല്ലെങ്കിൽ കർത്താവേ അങ്ങനെ തന്നെയാണോ, നീ അങ്ങനെ തന്നെയാണോ എന്നോട് പറഞ്ഞിട്ടുണ്ടാവുക? അപ്പോൾ ചുങ്കക്കാരനായ മത്തായിനെ വിളിച്ചൊരു ദൈവം അപ്പോൾ മത്തായോട് വന്നിട്ട് വേറെ ആൾ പറയാം, നീ പാപിയാണ്, നീ ചുങ്കം പിരിക്കുന്നവനാണ്, എന്ത് യോഗ്യതയുടെ പുറത്താണ് നീ ദൈവത്തെ വിളിക്കുന്നത്, നിനക്ക് എന്ത് കഴിവുണ്ടായിട്ടാണ് നീ ദൈവത്തെ വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ് മത്തായി പറയണ്ടേ? എനിക്കും ദൈവത്തിനും ഇടയിലുള്ള കാര്യമാണ്, അത് നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. അപ്പം നിങ്ങളൊരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരണം. നിങ്ങളുടെ എല്ലാ കാര്യത്തിലും മറ്റൊരാൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റണമെന്ന് യാതൊരു ഇതുമില്ല. കാരണം അത് നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ഉപദേശങ്ങളെ കേൾക്കണ്ട എന്നല്ല, നിങ്ങൾ എല്ലാവരുടെയും ഉപദേശം കേട്ടോ. പക്ഷെ എന്നാലും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന കർത്താവിന് നിങ്ങളെ മനസ്സിലാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ കർത്താവ് എന്താ പറയുന്നത്,
എന്നുള്ളതിന് നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകണം. ഈശോ പ്രിയമുള്ളവരെ, കഠിനമായ ജീവിതാനുഭവത്തിലൂടെയാണ് ഞാനും കടന്നു പോകുന്നത്. എനിക്കറിയാമായിരുന്നു ഈ വർഷം ടഫായിരിക്കുമെന്ന്. ഞാൻ ഇതിലൊക്കെ ഫേസ് ചെയ്യുമ്പം എന്നെ സഹായിക്കുന്ന ഒരു സംഗതി, എൻ്റെ ഉള്ളിലുള്ള കർത്താവ് ആദ്യമേ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. നിന്റെ ഉത്തരങ്ങൾ ദൈവം പറയുന്ന ഉത്തരങ്ങളായിരിക്കണം. നിന്റെ ജീവിതം നിനക്ക് തരാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളിലും നീ ഉത്തരം എഴുതേണ്ടത് നിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ഉത്തരമായിരിക്കണം. അവരിത് പറഞ്ഞതുകൊണ്ടും ഇവരിത് പറഞ്ഞതുകൊണ്ടും നീ ഒരു ജീവിതത്തിനുണ്ടായ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം എഴുതി, അത് തെറ്റായിപ്പോയി. എന്തൊരു വലിയ മണ്ടത്തരമായിട്ട് നമുക്കത് ഫീൽ ചെയ്യും അല്ലേ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിങ്ങളുടെ ഒരു ഉത്തരം ഉണ്ടായിരിക്കും. അത് ദൈവത്തിന് നിരക്കാത്തൊരു ഉത്തരവായിരിക്കരുത്. നിങ്ങൾ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് നിങ്ങൾക്ക് ദൈവത്തെ പരിചയം ഉണ്ടായിരിക്കണം, ദൈവമായിട്ട് നിങ്ങൾക്കൊന്ന് വ്യക്തിപരമായ ബന്ധം ഉണ്ടായിരിക്കണം. ഇതിന് ദൈവമേ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവാന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് പുറകിൽ ദൈവമുണ്ട്. ദൈവമില്ല എന്ന് പറയുന്നവരെ നീ കേൾക്കാൻ പോകരുത്. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏകാന്തതകളിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം മനസ്സിലാക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. ഒരുപാട് മറ്റുള്ളവരുടെ കണ്ണിലൂടെയും കാഴ്ചപ്പാടിലൂടെയും നിങ്ങളുടെ ജീവിതത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് തെറ്റായ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കരുത്. ജീവിതം നിങ്ങളുടെ വിളികളെ വലിപ്പമുള്ളതാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും വലിയ കാര്യം ചെയ്യാൻ ദൈവം ഒരാളിലൂടെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് കൂടുതൽ സഫറിങ് ഉണ്ടാവും. കാരണം അയാൾ ഇതിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിക്കണ്ടേ. അപ്പോൾ അയാൾ ആത്മധൈര്യം നഷ്ടപ്പെട്ട ഒരാളാകാതിരിക്കാൻ ദൈവം സഹായിക്കുമെങ്കിൽ തന്നെയും ചിലതിലൂടെയൊക്കെ ചില മനുഷ്യർ കടന്നു പോകണമെന്നേ. ചിലതൊക്കെ സംഭവിക്കേണ്ടതാണെന്ന്, അതൊക്കെ സംഭവിക്കും. ഇതെല്ലാം മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ദൈവത്തിന് നിങ്ങളെ മനസ്സിലായിട്ടുണ്ട്. ദൈവം നിങ്ങളുടെ അവകാശമാണ്. ദൈവത്തിന് നിങ്ങളെ മനസ്സിലാകും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലും നിങ്ങളുടെ ഏകാന്തതകളിലും ഒക്കെ ദൈവം ഉണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, എന്നെ മനസ്സിലാവാത്തൊരു ദൈവമാണോ അത്? ഞാൻ എപ്പോഴും ദുഃഖിക്കണമെന്നും ഞാൻ എപ്പോഴും തളർന്നിരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണോ? ഞാൻ ഭൂമിയിൽ സന്തോഷിക്കാനേ പാടില്ല, എങ്കിൽ മാത്രമേ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു ദൈവമാണോ? ഈ ചില മനുഷ്യന്മാരുടെ പാനപാത്രങ്ങളുണ്ടല്ലോ, അതായത് നമ്മൾ കുടിക്കുന്ന പാനപാത്രങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തിട്ടാണ് കർത്താവ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം നീ അത് എടുക്കേണ്ട കുരിശുകളുണ്ട്. നിന്റെ പേരെഴുതാത്ത കുരിശുകളെല്ലാം നീ എടുത്ത് തല വെക്കേണ്ട കാര്യമില്ല. നീ കുടിക്കേണ്ട പാനപാത്രങ്ങളുണ്ട്, നീ അത് കുടിച്ചാൽ മതി. നീ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങണ്ടേ. അപ്പം അൽഫോൻസ് അമ്മോട് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, നീ ഏറ്റെടുക്കാൻ പറ്റുന്ന സഹനം ഏറ്റെടുത്താൽ മതി. ഈ കോൺവെൻറ്റിലുള്ള എല്ലാവരുടെയും സഹനം എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കണ്ട. നിനക്ക് ഞാനൊരു സഹനം വെച്ചിട്ടുണ്ട്, അത് നീ ഏറ്റെടുത്താൽ മതി. നീ ചെയ്യേണ്ടത് നന്മ നീ ചെയ്താൽ മതി. നീ എല്ലാത്തിലും പോയി എല്ലാ കുരിശും എല്ലാവരുടെ കുരിശും നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ നമ്മുടെ വിവേകപരമായ കാര്യങ്ങളാണ് അല്ലേ. അപ്പം ഞാൻ നിങ്ങളോട് ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ അവകാശമാണ്. വ്യക്തിപരമായ ദൈവത്തുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡിസിഷനുകളിൽ ദൈവത്തോട് നിങ്ങളെ പിടിച്ച് നിങ്ങളൊരു തീരുമാനങ്ങൾ എടുക്കണം. നിങ്ങൾ എല്ലാ മനുഷ്യരുടെയും കാഴ്ചപ്പാടിലൂടെയും അവരുടെ ബോധ്യങ്ങളിലൂടെയും നിങ്ങളെ തന്നെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയും എത്തില്ല. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞിട്ട് ഞാൻ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തിട്ട് അത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ദുഃഖിക്കുന്നതിനേക്കാളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുത്തിട്ട് ആ തീരുമാനങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തിട്ട് ദൈവത്തോട് ആലോചന ചോദിച്ചത് കാര്യം ചെയ്യുന്നതാണ്. സപ്പോസ് അത് തെറ്റിയെന്ന് വരെ ഇരിക്കട്ടെ, നിന്റെ ദൈവം ശക്തനാണ്, നിന്നെ സഹായിക്കാൻ പറ്റും. അപ്പോഴും അവൻ വീണേക്കാം, പക്ഷെ അവൻ്റെ മുറിവ് മാരകമായിരിക്കില്ല, കാരണം അവൻ്റെ കയ്യിൽ ഞാൻ പിടിച്ചിട്ടുണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അപ്പം തിരശ്ശീല പണ്ടേ കീറിയതാണ്. സാധാരണ മനുഷ്യന് എത്തിച്ചേരാൻ കഴിയാത്ത, സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളല്ല ഗോഡൻ എക്സ്പീരിയൻസ്. ക്രൈസ്റ്റ് ആ ഒരു ബാരിയർ തകർത്തിട്ടുണ്ട്, ആ ഒരു തടസ്സം മാറ്റിയിട്ടുണ്ട്. ഈശോയിൽ പ്രിയമുള്ളവരെ, നിങ്ങളെപ്പോലെ മനസ്സിലാക്കുന്ന ഒരാളാണ് ദൈവം. നിങ്ങളെ കൂടെയുള്ള ഒരാളാണ് ദൈവം. നിങ്ങൾ ഉപേക്ഷിച്ച് കളയില്ല. അത് എത്ര മോശം സാഹചര്യത്തിൽ ഉപേക്ഷിച്ച് കളയാത്ത ഒരാളാണ് ദൈവം. ദൈവത്തിൻ്റെ സ്വരം കേട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ശ്രമിക്കാം. ഇനി അതിൽ തന്നെയും പാളിച്ചകൾ പറ്റിയാലും ദൈവം നിങ്ങൾ ഉപേക്ഷിക്കില്ല എന്നൊരു ബോധ്യത്തിലേക്ക് നിങ്ങൾ പോകണം. നിങ്ങൾ ദൈവത്തിന് മനസ്സിലാകുമെന്നും നിങ്ങളുടെ ആന്തരിക സംഘർഷങ്ങളെല്ലാം കർത്താവ് കണ്ടിട്ടുണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ആശ്വാസം തരണം. അങ്ങനെ നിങ്ങൾ ആരുടെയും അടിമയാകാതെ, ഒരു ചിന്തയുടെയും അടിമയാകാതെ, മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ നിന്ന് നിങ്ങളുടെ ലൈഫ് കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിൽ നിന്നൊക്കെ മാറി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നിങ്ങൾ അതിനോട് സഹകരിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തണം. അവരോ ഇവരോ വരച്ചു വെച്ച ഒരു ചിത്രത്തിനകത്ത് നിങ്ങളെ തന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ശരികളിലൂടെ നടക്കുക. അത് ദൈവത്തിന് നിരക്കാത്തതാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യുക. ബാക്കിയെല്ലാം ദൈവത്തിന് വിടുക. പാളിച്ചകൾ പറ്റിയാലും തെറ്റുകൾ പറ്റിയാലും എല്ലാം കർത്താവിൻ്റെ മുമ്പിൽ എല്ലാം വെക്കുക. അവസ്ഥകളോട് കൂടെ ഞാൻ ഇതാണപ്പ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിന് കൊടുക്കുക. നമ്മളെ മനസ്സിലാകും, നമ്മളെ അറിയാം. അവന് നമുക്ക് മുമ്പേ അറിയാം, നമ്മളെക്കാൾ നന്നായി അറിയാം. അപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച്, അതൊക്കെയാണ് വിശ്വാസം എന്ന് എനിക്ക് തോന്നുന്നത്. ആ വിശ്വാസത്തിൽ വളരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ, എനിക്ക് സാധിക്കട്ടെ. വീണ്ടും പറയുന്നു, ദൈവത്തിന് നിങ്ങളെ മനസ്സിലാകും. ആമേൻ.